നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ജനുവരി ആയി, ഇതുവരെ ഈ സീസൺ എപ്പോൾ തുടങ്ങുമെന്നതിനെക്കുറിച്ചൊരു ധാരണയായിട്ടില്ല. ഇപ്പോഴിതാ ഇന്ത്യയിൽ കളിക്കുന്ന പ്രമുഖ ഇന്ത്യൻ താരങ്ങളും വിദേശ താരങ്ങളുമൊക്കെ സംയുക്തമായിട്ട് ഫിഫയോട് ആവശ്യപ്പെടുകയാണ്, ഒരുമിച്ച് നിന്ന് ആവശ്യപ്പെടുകയാണ്, പ്ലീസ് ഞങ്ങൾക്ക് കളിക്കണം, നിങ്ങളൊന്ന് ഇടപെടണം. നോക്കുക, അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആവശ്യമല്ല. ദിസ് ഈസ് നോട്ട് പൊളിറ്റിക്കൽ, ഇറ്റ്സ് നോട്ട് ഡ്രിവൺ ബൈ കൺഫ്രണ്ടേഷൻ ബട്ട് നെസസിറ്റി. ആവശ്യമായതുകൊണ്ട് പറയുകയാണ്, പ്ലീസ് 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 ഞങ്ങൾക്ക് കളിക്കണം. അതിലിപ്പോൾ സന്ധു ഗുർപ്രീത് തുടങ്ങുന്നു, പിന്നെ നമ്മുടെ ജിങ്കം പറയുന്നു, ഛേത്രി പറയുന്നു, അതുപോലെ വിദേശ താരങ്ങൾ അതിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വാക്കുകളൊക്കെ ഒന്ന് കേട്ടു നോക്കാം. അവർ ഓരോരുത്തരായിട്ട് പറയുന്ന ഭാഗം. സന്ധു പറയുന്നത്, ഇത് ജനുവരിയായി, ഞങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ ഉണ്ടാവേണ്ട സമയമാണ്, ഒരു കോമ്പറ്റീറ്റീവ് ഫുട്ബോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ടുണ്ടാവേണ്ട സമയമാണിത്. പക്ഷേ അദ്ദേഹം പറയുന്നു, Instead, here we are, driven by fear and desperation. എന്നിട്ട് ബാക്കി ജിങ്കം പറയുകയാണ്, അങ്ങനെ ഇപ്പോൾ സ്ക്രീനിൽ ISLൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതാണ് എന്ന് സന്ധു പറഞ്ഞെടുത്തുനിന്ന് ബാക്കി അങ്ങ് ക്യാരി ചെയ്തുകൊണ്ട് ജിങ്കം പറയുകയാണ്. പക്ഷേ അതിന് പകരം ഞങ്ങളിപ്പോൾ ഇവിടെയാണുള്ളത്, അതായത് വളരെ ഭയത്തോടുകൂടിയും നിരാശയോടുകൂടിയും ഒക്കെ ഇരിക്കുകയാണ്. Here we are, driven by fear and desperation, to say aloud something which we all know. But more importantly, we are here to make it clear. ഞങ്ങൾ ഇവിടെ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ഭരിക്കുന്നവർ ഇപ്പോഴും അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യാൻ കേപ്പബിൾ അല്ല. അതുകൊണ്ട് തന്നെ So we are calling the FIFA to step in and do what it takes to save Indian football. We hope this message gets to the powers that are in Zurich. വളരെ കൃത്യമായിട്ട് മറ്റ് വിദേശ താരങ്ങൾ കൂടി ജോയിൻ ചെയ്തുകൊണ്ട് പറയുകയാണ്, ഫിഫയോട് പറയുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, ഇതിലേക്ക് ഒന്ന് ഇൻവോൾവ് ആയിക്കൊണ്ട് വേണ്ട സ്റ്റെപ്പുകൾ എടുക്കണം. അതാണ് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളൊരു കോളല്ല. ആദ്യം പറഞ്ഞ വാക്കുകളാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ശരിക്കും ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് ഒരു ഹ്യൂമാനിറ്റേറിയൻ, അതുപോലെ തന്നെ സ്പോർട്ടിംഗ് ആൻഡ് ഇക്കണോമിക് ക്രൈസിസ് ആണ്. താരങ്ങൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള കാര്യമുണ്ട്, പിന്നെ സ്പോർട്ടിംഗ് ആയിട്ട് ഉള്ള കാര്യം സ്വാഭാവികമായിട്ടുണ്ട്, കളി നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ വലിയ ഇക്കണോമിക് ക്രൈസിസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്, ബിസിനസ് ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ അവതാളത്തിലായി പോയി കഴിഞ്ഞിട്ടുണ്ട്. Players, staff, owners and the fans deserve clarity, prediction and more importantly, a future. അതാണ് ഛേത്രിയാണ് ആ ഭാഗം പറഞ്ഞത്. ഓരോ പ്ലേയേഴ്സും ഫാൻസും സ്റ്റാഫും ഒക്കെ ഈ കാര്യത്തിലൊരു ക്ലാരിറ്റി, ഒരു വ്യക്തത തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി കാര്യം കൂടി നോക്കണം. വി ജസ്റ്റ് വാണ്ട് ടു പ്ലേ. ഇതാണ് അവർക്ക് ആവശ്യം, ഞങ്ങൾക്ക് കളിക്കണം, യെസ്, അതിന് ഞങ്ങളെ സഹായിക്കണം എന്ന് ഫിഫയോട് അഭ്യർത്ഥിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ എത്തി നിൽക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിനെ ഈ രൂപത്തിലേക്ക് കൊണ്ടുപോയതിലെ IFFന് തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്വമുണ്ട്. കല്യാൺ ചൗബയൊക്കെ പ്രസിഡന്റായി വന്നപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങേരിതാ ടീമിനെ അങ്ങോട്ടാക്കുന്നു, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പടച്ചുവിട്ട കുറേ ആളുകളുണ്ട്. ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ഈ രൂപത്തിലേക്ക്, ഇത്രയും മോശമായ രൂപത്തിലേക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ കൊണ്ടുപോയ മറ്റ് ഒരു കാലഘട്ടമുണ്ടോ? വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.